ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് എനിക്കറിയാം. വാറിലായാലും ഈ പറയണ ഇതായാലും. പിന്നെ അപ്പാർട്ട് ഫ്രം ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. ഈ ഈ സിറ്റിക്കകത്ത് ഇത് ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. ഈ സിറ്റിക്കകത്ത് ഇപ്പം ഈ എച്ച്.എഫ് എന്നൊക്കെ പറയുന്നത് എച്ച്.എഫ് എന്ന് പറയുന്ന ഗ്യാങ് ഡിസ്മാൻഡിൽ ആയെന്ന് പറയുന്ന സ്റ്റോറി ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എന്തായാലും നമ്മൾ കുറേ ഒരുമിച്ച് കളിച്ചതാ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ വട്ടം എച്ച്.എഫ് ഡിസ്മാൻഡിൽ ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് പറയട്ടെ, ഈ റാവുത്തർ ശശി എന്നൊക്കെ പറയണ അവനെ പോലത്തെ അവന്മാർ കുറേ അവന്മാരുണ്ട് അതിനകത്ത്. ഇത് എന്തേലും മര്യാദയ്ക്ക് എവിടെയെങ്കിലും പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ സെർവറുകളിൽ വരിക, ഇങ്ങനത്തെ എന്തെങ്കിലും കുണ്ണത്തരം പറയുക, ഓരോരുത്തരുടെ ഓസി എടുത്ത് സംസാരിക്കുക, വീട്ടുകാരെ നാട്ടുകാരെ ട്രാക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രശ്നങ്ങൾ, മനസ്സിലായ? എന്നിട്ട് നേരെ എച്ച്.എഫ് ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നിട്ട് എച്ച്.എഫ് തിരിച്ചു വന്നു. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ റാവുത്തർ ശശി വെൽക്കം ടു ദ ഫാമിലി എഗെയിൻ എന്ന് പറയുന്നിട്ട് കുറേ തീയും പുകയും വണ്ടിയെല്ലാം വാരിയിടും. 2 ദിവസം കഴിയുമ്പോൾ ഇവൻ ഈ റാവുത്തർ ശശി എന്തെങ്കിലും തന്തയിലായ്മ കാണിക്കും. പെട്ടെന്ന് എൽഫയറിന്റെ സ്റ്റോറി വരും. റാവുത്തർ ശശി എച്ച്.എഫിന്റെ പാർട്ടേ അല്ല. അങ്ങനെ ഒരാളെ നമുക്ക് അറിയത്തേ ഇല്ല. നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ഇതിലും ഇങ്ങനെ പോണേലും ഭേദം ഇവന്മാര് ഡിസ്മാൻഡിലായി പോണതാണ്. അതിന്റെ കൂടെ ഹാക്കും അണ്ടിയും എന്തൊക്കെ പിടിച്ചാ ഗ്യാങ്ങിന്ന്, മനസ്സിലായ? അതിന്റെ കൂടെ ഹാക്കും അതും ഇതും എത്ര പ്ലേയേഴ്സിനെയാ ഗൈസ് അതിനകത്തൊന്ന് പിടിച്ചേ. ഇനിയിപ്പോ ആ ഒരു പേരിങ്ങനെ ഇട്ട് ഇതാക്കുന്നതിലും ഭേദം ഇവന്മാര് പോണതാണ് ഏറ്റവും നല്ലത്, മനസ്സിലായ? ഇപ്പൊ ഇത് കണ്ടിട്ട് നാളെ ഇത് വരും, അങ്ങനെ ഞങ്ങളൊക്കെ പോവോ എന്റെ ഇതെടുത്തിട്ട്, മനസ്സിലായ? എന്തായാലും ഇവൻ പറഞ്ഞതല്ലേ, അപ്പൊ നമുക്ക് പോകണ്ട. അപ്പൊ ഹെൽഫയർ പൊക്കോ ഇറക്കുക, വലിയ വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടെ RP ഒക്കെ ചെയ്യട്ടെ, എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബൈ, ഞാനെന്നാ പോട്ടെ.